നമ്മുടെ നാട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഇവനില്ലാത്ത ഒരു സദ്യയില്ല. അവൻ ആരാന്ന് നമുക്ക് നോക്കിയാലോ? നമ്മുടെ അവിയൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അവിയലില്ലാതെ ഒരു സദ്യയും ഉണ്ടാകത്തില്ല. നമുക്കിന്ന് അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ഉടനെ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അവിയലിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, വഴുതനങ്ങ, ചേന, വാഴയ്ക്ക എല്ലാം ഉണ്ട്. എല്ലാ വെജിറ്റബിൾസും ഇട്ട് നമുക്കിനി ഇവിടെ മുരിങ്ങക്കോലില്ല. മുരിങ്ങക്കോലുണ്ടെങ്കിൽ നമുക്ക് അതും ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കിടാം. ഇട്ട് നമുക്ക് അവിയലുണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമുക്ക് വേവിക്കേണ്ടത്. ഈ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് നമ്മൾ കടഞ്ഞു കൊടുക്കണം. എഗെയിൻ അടച്ച് വെച്ച് വേവിക്കാം. എഗെയിൻ നമ്മൾ ഓപ്പൺ ചെയ്ത് എഗെയിൻ നമ്മൾ കടഞ്ഞു കൊടുക്കണം. ഈ അവിയലിലേക്ക് ചേർക്കാനുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി 1/2 മുറി തേങ്ങ, 2 പച്ചമുളക്, 5 ചെറിയ ഉള്ളി, 1/2 സ്പൂൺ ജീരകം, കറി ലീഫ്, ഇത്രയും നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്തിട്ട് വന്ന് ഈ കൂട്ട് നമുക്ക് ഈ വെജിറ്റബിളിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. ഇതൊന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ വെന്ത് അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ വെന്ത അവിയലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്.